ഷൺമുഖൻ. തീർന്നല്ലോ നിന്റെയൊക്കെ കഴപ്പ്. അല്ലെങ്കിൽ തന്നെ നിന്നെയൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ട്രെയിനിങ് കോളേജിൽ കവാത്ത് പഠിപ്പിക്കുന്ന സാറന്മാര് പറഞ്ഞു തരുന്നുണ്ടല്ലോ, കാലക്കേട് കൊണ്ടും കയ്യിലിരിപ്പുകൊണ്ടും മുന്നിൽ വന്ന് പെടുന്ന പാവങ്ങളുടെ നെഞ്ചും കൂടി ചവിട്ടി ചളുക്കി ക്ഷയം പിടിപ്പിച്ച് വിടാവുന്നു. ആന്റി ഗുണ്ടാസെല്ല് ജയിലെത്തിരി വെച്ചോണ്ടാ മതി. ഗുണ്ടകളെ കണ്ടിട്ടുണ്ടോ നീയൊക്കെ? കൈക്കും കാലിനും തലയ്ക്കും ശരീരത്തിന്റെ പുഷ്ടി അനുസരിച്ച് വില പറഞ്ഞ് ആവശ്യക്കാരന് വെട്ടിക്കൊടുക്കുന്ന നല്ല പണിക്കാരുണ്ട് ഈ പട്ടണത്തില്. തൊട്ടില്ല നീയൊന്നും, മുന്നിൽ പോയി നിൽക്കില്ല, പിട്ടുക്ക് വിറയ്ക്കും. സ്കെച്ച് ചെയ്ത് കാർത്തിക്ക് വരഞ്ഞോളാൻ പിള്ളേര്. നാടും വീടും വിട്ട് പണിയെടുത്ത് തിന്നാൻ വന്നതാ ഇവൻ. കാലുമേ കാലും കയറ്റുവെച്ച് ചളവയടിച്ച് ജീവിതം തീർക്കുന്ന മലയാളിക്ക് അലക്കി തേച്ച മുണ്ടും കുപ്പായിടണമെങ്കിൽ ഇവനെ പോലുള്ള പാണ്ടികൾ വേണമല്ലോ. ഇവനെ ചവിട്ടി കൊന്നിട്ട് ഇപ്പൊ എന്ത് കോപ്പിലെ കേസാണ് ഞാൻ കൂടെ തെളിയിച്ചത്. ഒരുത്തി നടക്കുന്നുണ്ട് കരഞ്ഞു കാലും വെന്ത്. ഇവന്റെ പെണ്ണ് ഏത് നായിന്റെ മോനാണ് അവളെ സമാധാനിപ്പിക്കാൻ പോന്നെ? ഷൺമുഖൻ, ഇനി നമ്മൾ എന്താ ചെയ്യുക? സാറ് പേടിക്കൊന്നും വേണ്ട. ആരുടെയും തൊപ്പിയും നക്ഷത്രവും വടിയൊന്നും പോകാൻ പോണില്ല. അവനൊരു പാവ ഇസ്ത്രീകാരൻ പയ്യൻ. നാളെ ജയിലെടുത്ത് ഉമ്മൻചാണ്ടിയെ വിളിക്കാനൊന്നും പോണില്ല. ഇങ്ങനെ ഒരു പ്രജ ചത്തതിന്റെ പേരിൽ എടുത്തുകൊണ്ട് പോയി അണ്ടർവെയറിന്റെ വള്ളിയിലോ മറ്റേ കെട്ടി തൂക്കുമല്ല കമ്പിയിലും. അവന് മോഷണമായിരുന്നല്ലേ തൊഴില്? ചിലപ്പോഴല്ല പോലീസ് നിന്നെ പൊക്കാൻ വരും. കട്ട തൊണ്ടി മുതൽ പോയ വഴിയേറിയാണെന്നും പറഞ്ഞു. നീ പക്ഷെ സബ് ജയിലിലെ പുഴുത്ത ചോറ് നിന്ന് കിടക്കേണ്ടവളല്ല. ഒന്ന് സ്വരുമയായിട്ട് നിന്ന് തന്നാ മതി, ചവിട്ടും കുത്തുമില്ലാതെ. ഞാനുണ്ടടി, ഞാൻ നിന്നെ നോക്കിക്കോളാം. നീ വല്ലതും കഴിച്ചോ? എന്തെങ്കിലും മേടിപ്പിക്കാം. അവൻ കോട്ടടിച്ചതോടെ നിന്റെ നല്ല കാലം തെളിഞ്ഞു വേണേ. ഇനിയാ നീ കാര്യങ്ങളുടെയൊക്കെ സുഖം അറിയാൻ പോണത്. ഇതാ എനിക്ക് പിടിക്കാത്ത. പതിയെ മതി, ചാവിന്റെ തലയൊക്കെ കഴിയട്ടെ, എന്നിട്ടൊക്കെ മതി. നിന്നെ കണ്ടേന്ന് സാപ്പ് കുറി വരച്ചതാ. ഞാൻ കൊണ്ടേ പോവൂ കേട്ടമോളെ. ഞാൻ നാളെയും വരും. എവിടാ സാബു? അറിയില്ല, ഇന്നിങ്ങോട്ട് വന്നില്ല. പെണ്ണുങ്ങളുടെ കൂടെ കിടന്നാൽ മാത്രം മാറുന്ന സൂക്കേടവനുണ്ടെങ്കിൽ ആ ചികിത്സക്കായിട്ട് കട തുറന്നു വെച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ ടൗണിൽ. ചത്തുപോയ തമിഴന്റെ പെണ്ണിനെ ഇനി അവൻ കാണരുത്. അതിനോട് കാണിച്ച തന്തയിലാഴിക്ക് അവനൊരു പണി ഞാൻ വെച്ചിട്ടുണ്ട്. അത് വന്ന് മേടിച്ചോണ്ട് പോകാൻ പറ. കണ്ട വരാൻ താമസിച്ച പണിയുടെ സൈസ് കൂടും, മനസ്സിലാക്കണം? പെണ്ണെന്ന് പറഞ്ഞതിന് ഈ ഒരു പണിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കി വിട്ടതാണെന്ന് കരുതി നടക്കുന്നവനെ കൊല്ലേണ്ടി വന്നാൽ ഞാൻ അതിനും പഠിക്കില്ല. ഷൺമുഖനാ പറയുന്നത്.
വരാനാണ്. വരാൻ പറ. ഹലോ, കാശ് റെഡിയല്ലേ? എന്താ ചേട്ടായി ഒരു കടുപ്പം? 5 ലക്ഷം ഞാൻ ചോദിച്ചത്. അതിനിങ്ങനെ മസിൽ പിടിക്കാൻ നിന്ന 50ന്റെ പണി കിട്ടുമെന്ന് അറിയില്ലേ? പിന്നെന്തിനാ അതിന്റെ ഇടയ്ക്ക് CI പാപ്പച്ചൻ സാറിനെ വിളിച്ച്? എന്നിട്ട് പുള്ളി എന്താ പറഞ്ഞേ? സാബു ചോദിക്കുന്ന കൊടുത്തേക്കുന്നു അല്ലേ? പുള്ളിയെ പോലെ തന്തയ്ക്ക് പറഞ്ഞ പോലീസുകാരൻ ഞങ്ങളും കൂടെ കാര്യങ്ങൾ നല്ല സ്വരുമയിൽ നടത്തിക്കൊണ്ടുപോകാൻ അറിയാൻ പാടില്ലല്ലോ. ആ തോറ. ആ വാ. സാബുവിനിട്ട് പണിയെന്ന് ഷൺമുഖേട്ടൻ പറഞ്ഞപ്പോ അത് ചുമ്മാ വരട്ടാണെന്ന് ഞങ്ങൾ കരുതിയോളൂ. ആ തമിഴത്തി പെണ്ണ് അങ്ങനെ കെട്ടിയോളൊന്നും അല്ലല്ലോ. ചെലവന്നൂരിന്റെ ഫ്ലാറ്റ് സാബു എന്തിനു പോയെന്നാ പറഞ്ഞത്? അതാ മൺലെന്നിനടുത്തിന് വാസവല്ലേ, ആളുടെ വീട്ടിലൊരു പിരിവിന് പോയതാ. അത് അവര് തമ്മിലുള്ള ഏതാണ്ട് ഡീലാ. അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഷൺമുഖേട്ടൻ ആലുവെന്ന് കരിമോഹനെ ടീമിനെ ഇറക്കി കൊടുത്തതാ. ഞങ്ങൾക്ക് ഇത് അങ്ങനെ വിട്ടളയാൻ പറ്റില്ല സാറേ. വാവര് പണിയാ താളം കാണിച്ചത്. നിങ്ങളുടെ സംശയങ്ങളല്ലേ എല്ലാം. കരിമോഹനെ വിളിച്ച് കൊട്ടേഷൻ കൊടുത്തത് ഷൺമുഖനാണെന്ന് നിങ്ങളുടെ സംശയം. സാബുവിനെ ഷൺമുഖൻ കൊല്ലും, അതും സംശയം. ഈ സംശയങ്ങൾ മാറണമെങ്കിൽ അത് അങ്ങേരുടെ വായിൽ തന്നെ കേൾക്കണം. അങ്ങേരിപ്പോ പഴയ ആളൊന്നും അല്ല. വക്കീൽ സാർ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇൻസ്പെക്ടർ അശോകനെ കീച്ചേന് ഞങ്ങളെ ഉള്ളിക്കറ്റാൻ നോക്കിയ പുള്ളിയാ. നിങ്ങൾ പോ, ഞാൻ അവനെ ഒന്ന് കാണുന്നുണ്ട്. ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. ചെല്ല്. മച്ചാനെ ഇറങ്ങണ്ട, ഞാൻ കണ്ടു. ഇറങ്ങണില്ല. നമ്മുടെ പാപ്പാളി സാബു വടിയായില്ലേ? ഞാൻ അറിഞ്ഞു. നിലത്ത് നിൽക്കണം പാന്നിയൊക്കെ, ഇല്ലെങ്കിൽ വീഴും, വീണ് ചാകും. കുമ്പാരി പണി കൊടുത്താന്നാ പിള്ളേര് പറയണത്. ഞാൻ പറഞ്ഞിട്ട് അവർക്ക് വിശ്വാസം വരണില്ല. വേണ്ടെന്നേ, അങ്ങനെ വിശ്വസിച്ചോട്ടെ. എന്റെ വക പണി വരണം അവന് ബ്ലോക്കായി നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ അതിനു മുമ്പ് പടച്ചവൻ വേറെ ആർക്കോ കൊട്ടേഷൻ കൊടുത്തു. നമുക്ക് പിള്ളേരെ ഒന്ന് കാണണം. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ടല്ലോ, പറഞ്ഞങ്ങോട്ട് ക്ലിയർ ചെയ്യാം. പിന്നെ പായമുള്ളണ ശീലം മാറാത്ത കിടാങ്ങളെ പോയി കണ്ടിട്ട് എന്ത് കുരിപ്പ് ക്ലിയർ ചെയ്യാനാണ്? ഇനി മൂപ്പിച്ചണ്ട വന്നാ പറ.